വേളാങ്കണ്ണിയിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഇതാ ഈ മുട്ടുകുത്തിയുള്ള നേർച്ച നമ്മൾ നേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൻസിയും ഞാനും പൊന്നൂസും അന്നമ്മോളും റാണിയും ഒക്കെ കൂടിയിട്ടാണ് മുട്ടുകുത്തി വരുന്നത്. പൊന്നൂസ് തുടക്കം മുതൽ അവസാനം വരെ മുട്ടുമ്പോൾ തന്നെ നടക്കായിരുന്നു കേട്ടോ. അന്നമ്മോൾ റാണി ഇടയ്ക്കൊക്കെ എണീറ്റ് നടക്കും, ഇടയ്ക്ക് മുട്ടുമ്പോൾ നടക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. ലാസ്റ്റ് സ്റ്റേജൊക്കെ ആയപ്പോഴേക്കും കാലൊക്കെ നന്നായിട്ട് കുഴയുന്നുണ്ടായിരുന്നു. എങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമായിട്ടോ. അങ്ങനെ മാതാവിൻ്റെ അടുത്തൊക്കെ ചെന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചു കേട്ടോ. പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു കുളമുണ്ട് കേട്ടോ. പാൽക്കാരനായ ഒരു കുട്ടിക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ഈ സ്ഥലത്ത് വെച്ചിട്ടാണ്. അവിടെയുള്ളതാണ് കേട്ടോ ഈ കുളം. അപ്പോൾ ഈ കുളത്തിലത്തെ വെള്ളമാണ് നമുക്ക് കുപ്പികളിൽ അന്നദ വെള്ളമായിട്ട് തരുന്നത് കേട്ടോ. പിന്നെ കുളത്തിൻ്റെ ഉള്ളിലായിട്ട് നമുക്കൊരു മാതാവിൻ്റെയും ഉണ്ണീശോയുടെയും പിക്ചർ കാണാൻ പറ്റും കേട്ടോ. അതായത് പള്ളിയുടെ ഉൾവശമാണ്. പള്ളിയുടെ റൈറ്റ് സൈഡിലായിട്ട് തന്നെ ഒരു ഗ്രോട്ടോ ഉണ്ട് കേട്ടോ. അവിടുത്തെ കടലിൻ്റെ മുകളിൽ കപ്പലിൽ വേളാങ്കണ്ണി മാതാവ് നിൽക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ പള്ളിയുടെ മൊത്തം വ്യൂ. ആ ഗ്രോട്ടോയും പള്ളിയും ഒക്കെ കൂടി ഒരുമിച്ച് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ അതാ ക്രിസ്മസിന് അവിടെ ഒരു പുൽക്കൂട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പുൽക്കൂട് കാണാനും നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് മടങ്ങാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ടയേർഡാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോരാൻ കേട്ടോ. റീനുവിനൊക്കെ നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. ഏകദേശം 11:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പള്ളിയുടെ മുകളിൽ ബ്ലാക്ക് സ്പോട്ട്സ് പോലെ കാണുന്നതൊക്കെ പ്രാവുകളാണ് കേട്ടോ. ആ പ്രാവുകളൊക്കെ കിടന്ന് ഉറങ്ങാണ്. അങ്ങനെ നമ്മൾ തിരിച്ചു പോകാൻ കേട്ടോ. മറ്റൊരു വഴി കൂടിയാണ് തിരിച്ചു പോയത്. അവിടെയും ധാരാളം ഷോപ്പുകളായിരുന്നു കേട്ടോ. ഷോപ്പുകളൊക്കെ സജീവമാണ്. എല്ലായിടത്തും ലൈറ്റുകളും തിരക്കും ഒക്കെ ആയിട്ട് അങ്ങനെ അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ വേളാങ്കണ്ണി വിശേഷങ്ങൾ ഇതാ ഇവിടെ തീരാൻ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു, ബൈ.